നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. രണ്ടാഴ്ച മുമ്പ് ലാലിഗയിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു റയൽ മാഡ്രിഡ്. എന്നാൽ തുടരെ 2 തോൽവികൾ അവരെ ഒന്നാം സ്ഥാനക്കാരായ ബാഴ്സയേക്കാൾ 4 പോയിന്റ് പുറകിലാക്കി കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒസാസുനയോട് 2-1 തോറ്റു. ഇപ്പോഴിതാ ഗെറ്റാഫയോട് 1-0 തോൽവി. ലാലിഗയിൽ തുടർച്ചയായ 2 കളികൾ തോറ്റു. അതിനിടയ്ക്ക് ബെൻഫിക്കയെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാലും അത് യുവേഫ ചാമ്പ്യൻസ് ലീഗാണ്. ഇപ്പോൾ ലാലിഗയിലെ തുടരും തോൽവികൾ റയൽ മാഡ്രിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് കനത്ത തിരിച്ചടിയാണ്. റയൽ മാഡ്രിഡ് ലാലിഗയിൽ ബാക്ക് ടു ബാക്ക് മത്സരങ്ങൾ തോൽക്കുന്നത് 2019 ശേഷം ആദ്യമായിട്ടാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ആൽവാരോ ആർബിലോവ കോച്ചായി വന്നതിന് ശേഷം ഇപ്പോൾ 12 കളികളിലധികം ടീമിനെ കോച്ച് ചെയ്ത് ഇറക്കി വ്യത്യസ്ത കോമ്പറ്റീഷനുകളിൽ അതിൽ 4 എണ്ണത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും അത്ര സുഖകരമായിട്ടുള്ളൊരു കണക്കല്ല. ഈ ഒരു ഘട്ടത്തിൽ ആൽവാരോ ആർബിലോവയോട് ചോദിക്കുന്നുണ്ട്, ലാലിഗ കൈവിട്ടോ, ഇനി റയലിന് ലാലിഗയിൽ കിരീട സാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ മറുപടി, ലാലിഗ ഈസ് നോട്ട് ഓവർ, ഇനി 36 പോയിന്റുകൾക്കുള്ള മത്സരങ്ങൾ ബാക്കിയുണ്ട്, ആ പോയിന്റുകളെല്ലാം ലഭിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം, അവസാനം വരെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. ഇപ്പോൾ നോക്കുക, 4 പോയിന്റ് വ്യത്യാസമേ ഞങ്ങൾക്ക് ബാഴ്സയുമായിട്ടുള്ളൂ. വി ക്യാൻ ക്യാച്ചപ്പ്. ഇത് റയൽ മാഡ്രിഡാണ് എന്ന കാര്യം മറക്കേണ്ടതില്ല. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 36 പോയിൻറ്റും നേടുക. അടുത്ത ഗെയിം വീഗോക്കെതിരെയാണ്, ഞങ്ങൾക്ക് ജയിക്കേണ്ടതുണ്ട്. ആരും ഇവിടെ ഒന്നും കൈവിടാൻ തയ്യാറല്ല, അതായത് തോൽവി സമ്മതിക്കാൻ തയ്യാറല്ല. പ്ലെയേഴ്സിനെ ആരും കുറ്റപ്പെടുത്തണ്ട, എന്നെ കുറ്റപ്പെടുത്തിക്കോ. ഞാനാണ്, ഐ ആം ദി വൺ ടു ബ്ലെയിം ഫോർ ദിസ് ഡിഫീറ്റ്. എംബപ്പയും ബെല്ലിംഗാമും ഇല്ലാത്തൊരു റീസണാണെന്ന് ചോദിച്ചാൽ അല്ല, ഇത് റയൽ മാഡ്രിഡാണ്. ഞങ്ങൾക്ക് ആവശ്യത്തിലധികം താരങ്ങൾ കളി ജയിക്കാനുണ്ട്. തീർച്ചയായിട്ടും ഞാനൊരു എക്സ്ക്യൂസസും ഇവിടെ പറയുന്നില്ല. അടുത്ത കളി ജയിക്കും, അതാണ് എനിക്ക് പറയാനുള്ളതെന്നാണ് ആർബിലോവ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ വരാം.